എന്തു പറ്റി മോനെ? നീ മാമയെ സ്വപ്നം കണ്ടോ? വരൂ അപ്പ. വെൽക്കം. നന്ദിയുണ്ട്, ഞാനത് മറക്കില്ല. താങ്ക്സ് എ ലോട്ട്. ആ, ഒരു മരണം നടന്നിടത്ത് ഇങ്ങനെയൊരു സ്വീകരണം ഒരു വകയാണെന്നറിയാം. പക്ഷേ ചേഞ്ച് ഓഫ് മാനേജ്മെന്റ്, അതിന് ഇത്രയെങ്കിലുമൊക്കെ വേണ്ടേ? ഇന്ന് ക്ലാസ്സില്ലേ? വരൂ. എന്റെ കയ്യിൽ കിടന്ന് വളർന്ന കുട്ടിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാവുന്നവരായതുകൊണ്ട് ഔപചാരികതയൊന്നും വേണ്ട. ഇനി മുതൽ ഡോക്ടർ വേണുഗോപാലാണ് നമ്മുടെ ബോസ്. എല്ലാവരും പഴയ പോലെ സഹകരിക്കണം. താങ്ക് യു ആൾ. ക്യാപ്റ്റൻ, അപർണയുടെ മുറി അതങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് ക്യാൻ യു അറേഞ്ച് സം അതർ? ധൃതിയില്ല. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ഇന്ന് ലഞ്ചിന് മുമ്പ് വേണുവിന്റെ മുറി റെഡി ആയിരിക്കും. അതുവരെ എന്റെ മുറിയിൽ ഇരിക്കാം. കമോൺ അങ്കിൾ, ഞാൻ അമ്മയുടെ മുറിയിൽ ഇരുന്നോട്ടെ കുറച്ചു നേരം? കുറച്ചു നേരം എന്തിന്? മോന്റെ മുറിയല്ലേ ഇത്. താങ്ക് യു അങ്കിൾ. എന്താ രാമേന്ദ്ര ഇത്? സിറ്റി പോലീസ് ചീഫിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ? ഫയൽ നോട്ടം. ചാർജ് എടുത്ത അന്ന് മുതൽ ഇത് തന്നെ പണി. വിജയലക്ഷ്മി, ദയവ് ചെയ്ത് ഈ ഫയലുകളുടെ ദുർഭാരത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ. ക്ലറിക്കൽ പണി നിങ്ങളൊക്കെ തന്നെ ചെയ്യൂ. സംശയമുള്ള സാധനങ്ങൾ മാത്രം വിത്ത് എ ഫുട് നോട്ട് ഇങ്ങോട്ട് അയക്കുക. അത് തന്നെ സംശയം വളരെ അപൂർവമായി മാത്രമേ വരാവൂ. ഓക്കെ? ക്ലറിക്കൽ പണി ചെയ്ത് മടുത്തിട്ടാണ് KSRTC ഇങ്ങോട്ട് വന്നത്. ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ ആർക്കും സമയമില്ല. നേരെ ജേക്കബ് സാറേ, ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടർ പോലും MD ഒക്കെ ക്രിയേറ്റീവാ. സർ മതി സർ, ഇസ്മയിൽ ഒരു ആസ്മ പേഷ്യന്റാ. ഒരു ചായ. സർ. എന്റെ സാറേ, ഒരു കാര്യം ഉറപ്പാ. ഒന്നുകിൽ നമ്മൾ പറഞ്ഞു കേട്ടൊക്കെ നേരാ. ജേക്കബ് സാറിന് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പവറുകളുണ്ട്. ഇല്ലെങ്കിൽ അയാൾ വട്ടിന് ഗുളി കഴിക്കുന്ന ആളാ. രണ്ടായാലും ഇടപഴകുന്ന നമുക്ക് പാരാ. ഒന്നുകിൽ അതിബുദ്ധിമാൻ അല്ലെങ്കിൽ പ്രാന്തൻ.
നോർമലായ ആളുകളൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇല്ലല്ലോ സാറേ. നോർമൽ ആയ ഒരു എന്തിനാണ് പോലീസിൽ ചേരുന്നേ? വിജയലക്ഷ്മി, പ്ലീസ് കം. ഐ നീഡ് എ ഫയൽ. ഇത് കാക്കനാട് ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്ത കേസാകുന്നു. ഈ കേസിലെ മരണപ്പെട്ട ഡോക്ടർ അപർണയുടെ പ്രേതം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ പക്കൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചു കിട്ടുകയാൽ ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഈ കേസ് ഡെത്ത് ഡ്യൂ ടു കാർഡിയാക് അറസ്റ്റായി പരിഗണിച്ച് കോടതി ഫയലിൽ നിന്ന് കുറവ് ചെയ്യുന്നതിലേക്കായി മേൽപ്പറഞ്ഞ കേസിന്റെ തീർച്ച റിപ്പോർട്ട് തയ്യാറാക്കി മേലധികാരി മുഖേന അയച്ച് അപേക്ഷിച്ചു കൊള്ളുന്നു. വിശ്വസ്തൻ സബ് ഇൻസ്പെക്ടർ KV ബാലചന്ദ്രൻ. ഒപ്പ്. എന്ത് സുന്ദരമായ മലയാളം. എല്ലാവർക്കും നിന്നെ പോലെ സാഹിത്യവാസന കാണും മോനെ. വലിയ എഴുത്തുകാരനാ. കഥ, കവിത, തിരക്കഥ എല്ലാം ഉണ്ട്. എന്റെ അപ്പച്ചന്റെ പാരമ്പര്യ. പുള്ളി വലിയ എഴുത്തുകാരനായിരുന്നു. ആധാരം എഴുത്ത്. ആധാരം എഴുത്തുവരെ എഴുത്തുകാരനാ. ആ എഴുത്ത് തന്നെയാവും ബാലപംക്തിയിൽ എഴുതുന്നത്. പേര് കഥയെന്നാണെന്ന് മാത്രം. ആലീസ്, നീ പേപ്പർ നോക്കി തീർക്ക്. എടാ പോ, സമയം കളയാതെ പോയി കഥ എഴുതിക്കോ. ഈ സാധനത്തിനോട് എങ്ങനെ ജീവിച്ചു പോന്നിക്ക? നല്ല എന്താ? അല്ല, ഞാൻ ആ കേസിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കും. അനോണിമസ് ഇമെയിലിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇമെയിൽ ലാംഗ്വേജിന്റെ റേഞ്ച് വെച്ച് നോക്കിയാൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് അത്ര മെച്ചൂരിറ്റി ഉള്ള ആളല്ല. ലാംഗ്വേജിന് എന്താ കുഴപ്പം? ദ ഡെത്ത് ഓഫ് ഡോക്ടർ അപർണ ഈസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത്. എനിക്കൊരു കുഴപ്പം തോന്നിയില്ല. തോന്നരുത്. തോന്നിയാൽ കുഴപ്പമാണ്. ഒരു സുവോളജി ലെക്ചറർക്ക് അത്രയൊക്കെ മതി ആലീസേ. അപ്പോ ഇസ്മായിൽ വെക്ക്. നാളെ ശരി, സാർ. ചേച്ചി, ഞാനങ്ങോട്ട് KSRTC, സോപ്പ് കമ്പനി, പോലീസ് ട്രെയിനിങ് കോളേജ്, ഇവിടൊക്കെ ചാക്കോച്ചതിന് മുമ്പിരുന്നിരുന്നേ. ആ എക്സ്പീരിയൻസ് വെച്ച് ഈ കേസ് വല്ലോ തെളിയിക്കാൻ പറ്റുമോ എന്റെ ഇസ്മായിലേ? അല്ലെങ്കിൽ തന്നെ അപർണ കേസ് തെളിയിക്കാനൊന്നുമില്ല. ആ SI ബാലചന്ദ്രൻ തീർപ്പാക്കി ക്ലോസ് ചെയ്ത കേസായത്. നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് ബാലൻ. സാർ ആ കേസ് റീഓപ്പൺ ചെയ്ത് കുത്തിപ്പൊക്കിയ ആ ചെക്കന്റെ ഭാവി പോവും. പിന്നെ പ്രാക്ക് നേർപ്പാടാണ് ടീച്ചറെ. നേരാ. പ്രാക്കിന് വലിയ ശക്തിയുണ്ട്. IPS കിട്ടിയിട്ട് ഇന്നേ വരെ ചാക്കോച്ചൻ ലോക്കൽ സർവീസ് ഇരുന്നിട്ടില്ല. ചെയ്തതൊക്കെ ഒരുമാതിരി ക്ലറിക്കൽ പണിയാ. എന്നെ